ഹായ് ഫ്രണ്ട്സ്, ഇത് ഹൂപ്പാർട്ടിൻ്റെ 11ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് സ്റ്റെം സ്റ്റിച്ചിനെ കുറിച്ചാണ്. സ്റ്റെം സ്റ്റിച്ച് സാധാരണയായിട്ട് പൂക്കളുടെ തണ്ടിനൊക്കെ കൊടുക്കുന്ന ഒരു തരം സ്റ്റിച്ചാണ്. അതിന് സ്റ്റിച്ച് ബോർഡിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. 3 ഇഴ നൂലാണ് ഈ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടത്. കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ ഒരറ്റത്ത് സൂചി കുത്തിയെടുക്കുക. എന്നിട്ട് 3 ഇഴ മുൻപോട്ട് കുത്തിയ ശേഷം ആദ്യം കുത്തിയ ദ്വാരത്തിലേക്ക് തന്നെ വീണ്ടും കുത്തിയെടുക്കുക. ഇനി നമുക്ക് അല്പം മുൻപോട്ടേക്ക് കുത്തിയ ശേഷം നേരത്തെ കുത്തിയതിൻ്റെ എൻഡിലേക്ക് വീണ്ടും കുത്തിയെടുക്കുക. ഈ രീതിയിലാണ് തറ്റം വരെ ചെയ്തു പോവേണ്ടത്. നമ്മൾ എൻഡിലെത്തിയിട്ടുണ്ട്. ഇനി സൂചി അടിയിലേക്ക് കുത്തിയിട്ട് കെട്ടിട്ട് കൊടുക്കാം. നിങ്ങളിതിൻ്റെ ബാക്ക് വശം കണ്ടോ? അതായത് ബാക്ക് സ്റ്റിച്ച് പോലെയാണ് ബാക്ക് സൈഡിൽ വരേണ്ടത്. അതായത് സ്റ്റെം സ്റ്റിച്ച് തുന്നുന്ന സമയത്ത് അതിൻ്റെ ബാക്ക് സൈഡ് ബാക്ക് സ്റ്റിച്ച് പോലെയാണ് വരേണ്ടത്. അതുപോലെ തന്നെ ബാക്ക് സ്റ്റിച്ച് തുന്നുന്ന സമയത്ത് അതിൻ്റെ ബാക്ക് സൈഡ് സ്റ്റെം സ്റ്റിച്ച് പോലെയാണ് വരേണ്ടത്. അത് നിങ്ങൾ തുന്നിക്കഴിയുമ്പോൾ അതിൻ്റെ ബാക്ക് വശം അങ്ങനെയല്ല വരുന്നത് വെച്ചാൽ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാം കേട്ടോ. ഇനി നമുക്ക് മോട്ടിഫിൽ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലോത്ത് ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ സ്റ്റിച്ച് ബോർഡ് ചെയ്ത പോലെ തന്നെ ഒരു തറ്റത്ത് നിന്ന് സൂചി അടിയിൽ നിന്ന് കുത്തിയെടുത്തിട്ട് കുറച്ച് മുന്നോട്ടേക്കായിട്ട് കുത്തിയിട്ട് നേരത്തെ കുത്തിയ അതേ പോയിന്റിലേക്ക് വീണ്ടും കുത്തിയെടുക്കുകയാണ് വേണ്ടത്. നെക്സ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് മുൻപോട്ടേക്ക് കുത്തിയിട്ട് നേരത്തെ ചെയ്തതിൻ്റെ എൻഡിലായിട്ടാണ് കുത്തിയെടുക്കേണ്ടത്. ഈ രീതിയിൽ തുടർന്ന് തുന്നിയെടുക്കാം കേട്ടോ. ഇപ്പോൾ 2 ഇലകൾക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി സൂചി അടിയിലേക്ക് എടുത്തിട്ട് കെട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് തണ്ടിന് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഇലകൾക്കും തണ്ടുകൾക്കും കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലവറിന് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ പിങ്ക് കളറാണ് യൂസ് ചെയ്യുന്നത്.
ഇപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ക്ലോത്ത് ഫ്രെയിമിൽ നിന്ന് ഊരിയെടുക്കാം. അപ്പോൾ സ്റ്റെം സ്റ്റിച്ച് എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ തുടക്കം ചെയ്യുന്ന സമയത്ത് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ സെലക്ട് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ഈ സ്റ്റിച്ച് യൂസ് ചെയ്തൊരു ഹെവി ഡിസൈൻ വർക്ക് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കണേ. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. താങ്ക്